ഓം ശാന്തി. പലപ്പോഴും തൻ്റെ കർമ്മങ്ങൾ നന്നായി ചെയ്യുന്ന പലരും കുറേ നാൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് എന്നിട്ടും എനിക്ക് ആ ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന ഒരു മടുപ്പ് വരുമ്പോൾ അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ മനസ്സിൽ നിന്ന് പോവുകയും അതിനുള്ള ഉന്മേഷവും ഉത്സാഹവും ഇല്ലാതാവുകയും എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ തട്ടിമുട്ടി അത് ചെയ്ത് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നിട്ടൊന്നും എനിക്ക് എവിടെ എത്തുന്നില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല എന്ന വിചാരത്തിൽ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും പോകുന്ന കുറേ ആളുകളെ ഞാൻ മീറ്റ് ചെയ്തു. ഞാൻ ഓർത്തുപോയി ആ ഒരു കാർപ്പൻ്ററെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കുന്നത്. ഒരു കാർപ്പൻ്റർ, നല്ല ശില്പി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങൾ അതിമനോഹരമായിരിക്കുന്ന അത്ഭുത വസ്തുവിനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈതൊട്ട ഒരു വീടും അതിൻ്റെ പെർഫെക്ഷൻ ഇല്ലാതെ പോയിട്ടില്ല. അത്രയും നല്ല വാസ്തുവിദ്യ അറിയുന്ന ശില്പിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത ഒരു രാജാവിൻ്റെ കൂടെ ഒരുപാട് കാലം മനസ്സ് പറയുകയാണ്, എത്ര കാലം പണിയെടുത്താലും ഇതെല്ലാം തന്നെ രാജാവിനുള്ളതായിരിക്കുന്ന സാധനങ്ങൾ അല്ലാണ്ട് എനിക്കൊന്നും വരില്ലല്ലോ, ഇനിയിപ്പോൾ എനിക്ക് മതി, ഇനി എൻ്റെ മക്കളൊക്കെ പണിത് ജീവിക്കേണ്ട കാലമായിരിക്കണോ, അതുകൊണ്ട് ഇനി ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. അങ്ങനെ രാജാവിനോട് പോയിട്ട് അദ്ദേഹം തൻ്റെ മനസ്സിലെ ആശയത്തെ പറഞ്ഞു, ഇനി എനിക്ക് റിട്ടയർമെൻറ്റിന് സമയമായി, അതുകൊണ്ട് അങ്ങ് എനിക്ക് സ്വാതന്ത്ര്യം തരണം, ഇനി അങ്ങയുടെ കൂടെ എൻ്റെ മകൻ എപ്പോഴും പണിയെടുത്തോളും. അപ്പോൾ രാജാവ് പറയും, എന്തു പറ്റി, നിൻ്റെ ആ ഒരു കൈയിൻ്റെ കല അതൊരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം അവസാനം പണിയാനാവും വരെ ആ കലകളുടെ സൃഷ്ടികൾ ഉണ്ടാക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നൊക്കെ പറയും. അദ്ദേഹം പിന്നെയും രാജാവ് എത്ര തൻ്റെ മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കിയിട്ടും ആ ഒരു ശില്പി മോട്ടിവേറ്റഡ് ആയില്ല. അദ്ദേഹം പറഞ്ഞു, മതി, എനിക്കിനി കുറച്ച് കാലം പണിയൊന്നുമില്ല, അത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിർബന്ധമായിട്ടും പോകുമെന്ന് തീരുമാനിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇപ്പോൾ ഒരു കൊട്ടാരം ഞാൻ അവസാനമായിട്ട് പണിയാൻ ആഗ്രഹിപ്പിക്കുകയാണ്. നിൻ്റെ ആ ഒരു കരവിരുതിനെ ഏറ്റവും നന്നായി കൊണ്ട് നീ ആ വീടിൻ്റെ ഉള്ളിൽ ചെയ്യണം. നിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും നല്ല സൃഷ്ടിയാക്കി അതിനെ മാറ്റണം. അങ്ങനെ ഒരു വീട് കൂടി എനിക്ക് പണിത് തന്നിട്ട് നീ നിർത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ ഒരു കൊച്ചു കൊട്ടാരം രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ഈ ശില്പി ഉണ്ടാക്കും. പക്ഷേ അയാളുടെ മനസ്സ് ആ പണിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ ഏറ്റവും നല്ല ശില്പം പോലെ ഒരു വീട് എന്ന് രാജാവ് ആഗ്രഹിച്ചെങ്കിലും അതുണ്ടാക്കിയത് പലതും ഒപ്പിച്ചിട്ടായിരുന്നു അദ്ദേഹം. മനസ്സ് വന്നില്ല ജോലിയിലേക്ക്. പലതും പല രീതിയിലും എത്രയോ പെർഫെക്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പല സാധനങ്ങളെയും അദ്ദേഹത്തിൻ്റെ മനസ്സില്ലാതെ പണിതുകൊണ്ട് താല്പര്യക്കുറവ് കൊണ്ട് ഒപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. അദ്ദേഹം വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജൻ, അങ്ങ് ആഗ്രഹിച്ച പോലെ അവസാനത്തെ വീടിന് ഞാൻ ഉണ്ടാക്കിയിരിക്കണു, ഇനി എനിക്ക് വിശ്രമം തരണം എന്ന് പറയും. രാജാവ് പറയും, പോകാനായിട്ടില്ല, നാളെ ആ വീടിൻ്റെ ഉദ്ഘാടനം ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നീ പോവാൻ, നാളത്തെ ഫംഗ്ഷനിൽ എന്തായാലും വരണം. അങ്ങനെ പിറ്റേ ദിവസത്തെ ഫംഗ്ഷനിൽ ഈ ശില്പിയും വന്നു, രാജാവ് വന്നു. രാജാവ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം എല്ലാ സദസ്യരെയും കേൾക്കലെ പറയുകയാണ്, എൻ്റെ ഈ ശില്പി എൻ്റെ ജീവിതത്തിലെ എത്രയോ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചവനാണ്, അതുകൊണ്ട് ഇദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആഗ്രഹിക്കുമ്പോൾ ഒരു സാധാരണ വീട്ടിലേക്ക് ഇവൻ താമസിക്കാൻ പോകുന്ന എനിക്ക് ചിന്തിക്കാൻ വയ്യ, അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന അവൻ്റെ കല ഇതിലുണ്ടായിരിക്കണം എന്ന് ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീട് ഇവനുള്ള എൻ്റെ സമ്മാനമാണ്. കയ്യിൽ താക്കോല് കിട്ടിയപ്പോൾ ഒരു നിമിഷം ആ ശില്പിക്ക് ഭൂമി വട്ടം കറങ്ങും പോലെ തോന്നിപ്പോയി. ഇത് മുന്നറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ എല്ലാ കരവിരുതും ചേർത്ത് ഏറ്റവും നല്ല വീടാക്കണം എന്ന് രാജൻ ആവശ്യപ്പെട്ടിട്ടും മനസ്സ് മടുത്തു പോയതുകൊണ്ട്, നിരാശ വന്നു പോയതുകൊണ്ട് അവസാന പീസ് മോശമായിട്ടുണ്ടാക്കി. ആ വീട് എനിക്ക് തന്നെയുള്ളതായിരുന്നല്ലോ, എനിക്കായിരുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് 10,000 വട്ടം അദ്ദേഹം ചിന്തിച്ചു. അത് ചിന്തിക്കാനേ പറ്റൂ, മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ അവസാനം ആ വിജയം, ആ ഒരു സന്തോഷം നമ്മളെ തേടി വരുന്ന നിമിഷത്തിലായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മനസ്സ് മടുത്തതുകൊണ്ട് ആ കർമ്മത്തിലെ പെർഫെക്ഷൻ നമ്മൾ കുറയ്ക്കുന്നതും വിജയം നമ്മളെ വിട്ട് എവിടേക്കെങ്കിലും പോകുന്നതും. അതുകൊണ്ട് ഒരിക്കലും പരിശ്രമത്തിൽ മനസ്സ് മടുക്കരുത്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നിരാശപ്പെടരുത്. ഉന്മേഷവും ഉത്സാഹവും അന്തിമ ശ്വാസം വരെ തുടർന്നാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും കർമ്മത്തിൽ നിന്ന് ആനന്ദിക്കാൻ പഠിച്ചാൽ സദാ ആനന്ദം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണത്, നമ്മളുടെ ശക്തിയാണത്. അതിനെ ഉണർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ചെയ്യുന്ന ഓരോ കർമ്മവും പെർഫെക്റ്റായി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമാക്കാം. അതുകൊണ്ട് ഒരിക്കലും മടുക്കരുത്. ഇടയ്ക്ക് വെച്ച് കർമ്മങ്ങൾ നിങ്ങളുടെ മനസ്സില്ലാണ്ടാവരുത്. നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന്, സ്വന്തം വിജയത്തിന് നഷ്ടപ്പെടുത്തരുത്. ഓം ശാന്തി.